എൻ്റെ പേര് നിഷ, തൃശ്ശൂർ ജില്ലയിലെ വേലിപ്പാടത്ത് നിന്ന് വരുന്നു. എൻ്റെ മോന് നെവിന് 5 വർഷമായിട്ട് അഡിനോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ അഡിനോയിഡ് കൂടി ചെവിയിലേക്കും തലയുടെ ബാക്കിലൊക്കെ ഇൻഫെക്ഷനായിട്ട് വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ ചെവി നോർമലായതാണ്. 1 മാസം കഴിഞ്ഞപ്പോൾ അവന് പെട്ടെന്ന് ചെവിയുടെ കേൾവിശക്തി മൊത്തം പോയി, 2 ചെവിയുടെ വലുത് ചെവിയുടെ. അത് കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ പറ്റിയെന്നറിയില്ല, കേൾവിശക്തി മൊത്തം പോയി, അവന് ഇനി ഹിയറിംഗ് എയ്ഡ് വെക്കുക ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അപ്പോളോ ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചിരുന്നത്. അവിടുത്തെ സർജറിയുടെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് രാജഗിരിയിൽ, എറണാകുളം, തൃശ്ശൂർ ജില്ലയിൽ എല്ലാ ഹോസ്പിറ്റലിലും കാണിച്ചു. ലക്ഷറിൽ, ആസ്റ്ററിൽ എല്ലായിടത്തും കാണിച്ചായിരുന്നു. എല്ലാവരും പറഞ്ഞു കേൾവിശക്തി പോയി, അവൻ്റെ ചെവിയുടെ ഉള്ളിലത്തെ ഞരമ്പിനാണ് സാധാരണ പ്രശ്നം വരും, ഇത് ഞരമ്പിനല്ല, അവിടുത്തെ സെൽസ് എല്ലാം ഡാമേജ് ആയിപ്പോയി. എന്താ രോഗം എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല, എന്തുകൊണ്ടാണ് പോയത്. അവന് ഇനി കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്യുക, അതായത് സർജറി ചെയ്ത് ചെവിയുടെ ഉള്ളിൽ മെഷീൻ വെക്കുക, 10.5 ലക്ഷം ചിലവുണ്ട്, അത് മാത്രമേ ഇനി വേറൊരു ഓപ്ഷനുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ അടുത്ത ചെവിയിലും ഇൻഫെക്ഷൻ വന്ന് വേദന തുടങ്ങി. അതിൻ്റെ ഒപ്പം അവന് പനിയും വിറയലും നെറ്റി വീർത്ത് വന്ന് ഭയങ്കര തലവേദനയും. എല്ലാ ഹോസ്പിറ്റലിലും നോക്കിയിട്ടും രോഗം 3 MRI എടുത്തിട്ടും രോഗം മനസ്സിലാവണില്ല. അത് കഴിഞ്ഞ് ആ സമയത്താണ് ഇവിടെ എൽരൂഹയുടെ ധ്യാനം ഞങ്ങളുടെ അടുത്ത് വരന്തരപ്പള്ളി പള്ളിയിൽ വന്നത്. ഞങ്ങൾക്ക് ധ്യാനത്തിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല, മോനെ സൗണ്ടൊന്നും കേൾക്കാൻ പറ്റില്ലായിരുന്നു, കുർബാനയ്ക്ക് വരെ പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവിടെ കൗൺസിലിങ്ങിൽ പങ്കെടുത്തപ്പോൾ അവർ പറഞ്ഞു അച്ഛനെ കണ്ടിട്ട് പോവാവൂ എന്ന് പറഞ്ഞു. അച്ഛൻ തലയിൽ കൈ വെച്ചിട്ട്, മോൻ്റെ തലയിൽ കൈ വെച്ചിട്ട് ആകെ കൂടി എന്നോട് പറഞ്ഞത് രോഗം പൂർണ്ണമായി സൗഖ്യമാവും, നിൻ്റെ 2nd സ്റ്റേഡും ഇഞ്ചി ഊരിക്കളയാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ മനസ്സിലോടെയാണെങ്കിലും ഊരിക്കളഞ്ഞ് പ്രാർത്ഥിച്ചു. 33 വിശ്വാസ പ്രമാണം 33 ദിവസം ചെല്ലാൻ പറഞ്ഞായിരുന്നു. 28 ദിവസമായപ്പോഴേക്കും മോൻ്റെ ചെവിയുടെ കേൾവിശക്തി പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടി. ദൈവമേ, എന്തെന്നാ പറയുന്നത് അല്ലേ. ഒരു വലിയൊരു ഈ 5 ദിവസം ഞാനും റിജോസിന് കൊടുത്ത ശുശ്രൂഷകരെ പ്രസംഗിച്ചേക്കാ വലിയൊരു അനുഭവമാണ്, ഒരു സാക്ഷ്യം. അതാണ് ഈ സാക്ഷ്യത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കണേ. മണിക്കൂറോളം നമ്മൾ പ്രസംഗിക്കുന്നതിനേക്കാൾ വലുതാണ് ഒരു 10 മിനിറ്റിൻ്റെ 5 മിനിറ്റിൻ്റെ 2 മിനിറ്റിൻ്റെ സാക്ഷ്യം. അതാണ് ഈ സാക്ഷ്യ ശുശ്രൂഷയ്ക്ക് അത്രയും പ്രാധാന്യമാണ്. നമ്മുടെ ഈ ശുശ്രൂഷയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയിലപ്പോൾ നമ്മൾ പങ്കെടുക്കണം. കണ്ടില്ലേ ചേച്ചിയുടെ സാക്ഷി, എന്തുട്ട് സാക്ഷി, എന്തുമാത്രം തൃശ്ശൂർ എവിടേക്ക് പോയി കുറേ ഹോസ്പിറ്റലിൽ, പ്രധാനപ്പെട്ട എല്ലാ ഹോസ്പിറ്റലിലും പോയി, എന്നിട്ടാണ് പരാജയപ്പെട്ട് വന്ന സമയത്താണ് ഈ സംഭവം നടന്നത്. ഈ 2nd സ്റ്റേഡ് മൂക്കുത്തി മിഞ്ചിയുടെയൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ വരുന്ന ബുദ്ധിമുട്ട് എന്തുമാത്രമാണെന്ന്. അപ്പോൾ ഇത് ഇപ്പോൾ എന്താ മനസ്സിലായത്, ഈ ചേച്ചി 2nd സ്റ്റേഡ് മിഞ്ചിയൊക്കെ ഊരി മാറ്റി പ്രാർത്ഥിച്ചപ്പോൾ മോൻ്റെ അസുഖം സൗഖ്യപ്പെട്ടു. അപ്പോൾ ഇത് കുത്തണ ആൾക്ക് മാത്രമല്ല ബുദ്ധിമുട്ട് വരണമെന്ന് മനസ്സിലായില്ലേ. ഈ കുത്തണ ആൾക്ക് ചെവി വേദന വന്നു, കാലുവേദന വന്നു, PCOD വന്നു, അത് വന്നു, മുട്ടുവേദന വന്നു. അത് മാത്രമല്ല, ആ വ്യക്തി താമസിക്കുന്ന വീട്ടിൽ ഭർത്താവിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. എവിടം കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാവില്ല. പക്ഷേ ഈ സാധനം ഊരി മാറ്റുമ്പോൾ നീ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലെ തടസ്സങ്ങൾ മാറിപ്പോവും, വലിയ തടസ്സങ്ങൾ കേട്ടോ. പറഞ്ഞോ. മോൻ ചെവി കേൾക്കേണ്ടത് പറഞ്ഞെങ്കിൽ എനിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണിക്കുക, അപ്പോളോ ഹോസ്പിറ്റലിലത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു റെയർ കേസായിട്ട് കിട്ടുള്ളൂ, അവൻ പറയണതല്ലേ, നമുക്കൊന്ന് വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറയണേ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത റിസൾട്ട് ആയിരുന്നു. ഇപ്പൊ അവനൊരു കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ രോഗം വന്നവർക്ക് തിരിച്ചു കിട്ടിയാലും 25% കേൾവി തിരിച്ചു കിട്ടുള്ളായിരുന്നു. എൻ്റെ മോന് പൂർണ്ണമായിട്ട് കേൾവി ശക്തി തിരിച്ചു കിട്ടി. എൻ്റെ റിപ്പോർട്ടിലെടുക്കാണ് ഞാൻ വന്നേക്കണേ. അതേപോലെ എനിക്കൊരു 7 വർഷമായിട്ട് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു. ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ പറ്റില്ല, തലവേദന വന്ന് കിടപ്പായിരിക്കും. ഈ മിഞ്ചിയും 2nd സ്റ്റേഡ് ഊരി വെച്ച് പിന്നെ എനിക്ക് ഇന്ന് വരെ അങ്ങനെ ഒരു തലവേദന ഉണ്ടായിട്ടില്ല. പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടി. ചേച്ചി 1.5 സാക്ഷിയാട്ടാ.